അതുകൊണ്ട് നീ എനിക്ക് ഒരു ഏകദേശ രൂപം തരണേ, എങ്ങനെയാണ് നീ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, പ്രൈസ് ലോർഡ്, എൻ്റെ സ്കൂളിൽ ചെന്നാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് കൊണ്ടുവന്ന് കാണിച്ചാൽ എനിക്ക് 20 വയസ്സുണ്ടെന്ന് മനസ്സിലാകും. എനിക്ക് 20 വയസ്സുണ്ടെന്ന് മനസ്സിലായ കോടതി എൻ്റെ ഇഷ്ടത്തിന് വിടും. ഹല്ലേലൂയ. പെട്ടെന്ന് തോന്നി, പക്ഷെ വെറുതെ തോന്നുന്നു, അങ്ങോട്ട് പോയാൽ എൻ്റെ വീട്ടുകാരെന്നെ കൊന്നുകളയും കണ്ടാൽ. എൻ്റെ വീടിന് അടുത്താണ് സ്കൂള്, പ്രൈസ് ലോർഡ്. എന്നെ അറിയാവുന്നവർ, പിതാവിനെ അറിയാവുന്നവർ, എന്നെ അറിയാവുന്നവർ നിറച്ചുണ്ട്. അവരാരെങ്കിലും അറിവ് കൊടുത്താൽ പിതാവ് അപ്പം തന്നെ എന്നെ കൊണ്ടുപോകും. അതും പോരാഞ്ഞ് കോടതിയിൽ വന്നിട്ടുള്ള ചില പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കല്ലേ, നിന്റെ പിതാവ് നിന്നെ രഹസ്യമായി കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ട് ആ കുറ്റം കൂടെ ഈ ദൈവദാസന്റെ കുടുംബത്തിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള പുറപ്പാടാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വാക്യം എന്നോട് ഇടപെട്ടു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവാത്മാവ് പല വിധത്തിൽ ഇടപെടും. നേരിട്ട് സംസാരിക്കും, വചനത്തിലൂടെ ഇടപെടും, ഒരു മനുഷ്യന്റെ വായിലൂടെ സംസാരിക്കും, ഒരു ദുഷ്ടനിലൂടെ ദൈവം സംസാരിക്കും. പ്രൈസ് ലോർഡ്. അതെ, കഴുതയെ കൊണ്ട് ബിലെയാമിനോട് സംസാരിപ്പിച്ചതുപോലെ സംസാരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഞാൻ ഹല്ലേലൂയ, എൻ്റെ ഉള്ളിലേക്ക് സദൃശ്യവാക്യം 21 അധ്യായം 1 വാക്യം കടന്നു വന്നു. യഹോവയുടെ കരത്തിൽ രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് പോലെ ഇരിക്കുന്നു, അതിനെ ദൈവം ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പോയാ സ്കൂളിലെ അധികാരികളുടെ ഹൃദയം എനിക്ക് അനുകൂലമായി തിരിയും, അവര് സർട്ടിഫിക്കറ്റ് എനിക്ക് തരും. ഹല്ലേലൂയ. എനിക്ക് ഒപ്പിട്ട് തരും. പ്രൈസ് ലോർഡ്. എനിക്ക് ഭാരമുണ്ട്, എങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കും, എങ്ങനെ അപേക്ഷ എഴുതി കൊടുക്കുമെന്നൊക്കെ. അപ്പോഴേ ദൈവം ഈ വചനം എനിക്ക് തരുന്നത്. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം അത്ര ഉറച്ചില്ല, പ്രൈസ് ലോർഡ്. ഉറപ്പ് വന്നില്ല. സ്കൂളിൽ എങ്ങനെ ഒറ്റയ്ക്ക് പോകും, ഇത്രയും പീഡനം ഞാൻ അനുഭവിച്ചുകൊണ്ടൊരു ഭയം. അതുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 55 അധ്യായം അതിൻ്റെ 10 മുതൽ താഴോട്ടുള്ള ഭാഗം അതെ ഞാൻ വായിച്ചു. ആ വാക്യം എൻ്റെ ഉള്ളത്തിൽ ആഴത്തിൽ തറച്ചു. ഹല്ലേലൂയ. കാരണം ആ ഭാഗം ഇന്നിവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താനും പ്രവർത്തിക്കാനും പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നോട്ട് ചെയ്തട്ടെ. പ്രൈസ് ലോർഡ്. യെശയ്യാ പ്രവചനം 55 അധ്യായം 10 മുതൽ താഴോട്ടാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകാശത്ത് നിന്ന് പെയ്യുന്ന ഹിമവും മഴയും വെറുതെ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പോകാതെ, വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും ഉളവാകത്തക്ക വണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ യഹോവയുടെ വായിൽ നിന്നു വരുന്ന വചനമായിരിക്കും. അത് വെറുതെ ദൈവസന്നിധിയിൽ മടങ്ങിപ്പോകാതെ അവന്റെ ഇഷ്ടം നിവർത്തിക്കുകയും അവൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് പകലിൽ, അതെ ഇന്ന് രാത്രിയിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ പ്രൈസ് ലോർഡ് നിവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന രാത്രിയാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിന്റെ നിവർത്തി പദത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം വിശ്വസ്തയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് തികച്ചിട്ടേ, അത് പ്രവർത്തിച്ചിട്ടേ തിരികെ ദൈവസന്നിധിയിൽ ആ വചനം മടങ്ങി പോകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഉറപ്പായി ദൈവം എന്നോട് പറഞ്ഞ വചനം ഈ രാത്രി മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആരുടെയും ഉറപ്പിലല്ല, ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഉറപ്പിൽ ഈ ദൈവദാസിയോട് പറഞ്ഞു, എനിക്കൊരു വാഹനം ഏർപ്പെടുത്തി തരണം. പ്രൈസ്. ഞാൻ സ്കൂളിൽ പോകുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ വചനവും വെളിപ്പാടും ദർശനവും എല്ലാം പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ആലോചന തന്നെയാണ്, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ടീച്ചർ ഈ ഗേറ്റിൻ്റെ വാതിൽക്ക് നിൽക്കുകയാണ്. ഈ കാറ് കയറി വരുന്ന കണ്ടപ്പോൾ അവർ ഓടി വന്ന് തടഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റണ്ട, അങ്ങോട്ട് ഒതുക്കിയിടാൻ പറഞ്ഞു. പക്ഷേ ഈ സമയം ഞാൻ ക്ലാസ് താഴ്ത്തിക്കൊണ്ടിരിക്കുക. അവര് ക്ലാസ്സിനകത്തൂടെ എന്നെ ഒന്ന് നോക്കിയതും ഓടി വന്ന അകത്തോട്ട് വന്ന് തലയിട്ടിട്ട് ചോദിച്ചു, മെസ്സിന ബിവി അല്ലേ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അതെ. ടീച്ചറിന് എങ്ങനെ എന്നെ മനസ്സിലായത് എന്ന് പറയുകയും, കാർ അങ്ങോട്ട് ഒതുക്കിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. കാർ അങ്ങോട്ട് ഒതുക്കിയിട്ടുകയും അവർ ഓടി വന്ന് അകത്തോട്ട് കയറി ഗ്ലാസ് അങ്ങ് ഉയർത്തിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഡോറ് തുറക്കരുത്, ഗ്ലാസും താഴ്ത്തരുത്, പുറത്തിറങ്ങരുത്. പ്രൈസ്. ഞാൻ പറഞ്ഞു, ടീച്ചർ നിങ്ങൾക്ക് എന്നെ എങ്ങനെ മനസ്സിലായി എന്ന് പറ. അപ്പോൾ ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ അവരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ക്ലാസ് ടീച്ചറാണ്. അവർ ക്രിസ്ത്യാനിയാണ്. അവരെന്നെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം സ്കൂളിൽ കറുത്ത പർദ്ദ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ മുഖമെല്ലാം മൂടിയിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികൾ ഈ പ്രൈസറോട് തുണി പിടിച്ച് ഇങ്ങനെ പൊക്കി എൻ്റെ മുഖത്തേക്ക് നോക്കും. ഞാനപ്പോൾ ടീച്ചറോട് പരാതി പറയും. ടീച്ചറിന് ഇത് കാണുമ്പോൾ ഒരു രസം തോന്നും. പ്രൈസറോട് ആ ഓർമ്മയുണ്ട്, ആ ചിന്തയുണ്ട്. അല്ലെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടീച്ചറിന്. പ്രൈസറോട് ആ ടീച്ചർ എന്നോട് പറയുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിൽ വലിയ ബഹളവും പ്രശ്നവും എൻ്റെ പിതാവ് ഒന്നുണ്ടാക്കി. കാരണം കോടതിയിൽ എനിക്ക് പിതാവിന് അനുകൂലമായി വിധി വരും എന്നുള്ളത് കൊണ്ട് അഡ്വക്കറ്റ് പ്രേരിപ്പിച്ചിട്ട് ചിലപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സ്കൂളിൽ വന്നാലോ, അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് അതേ പ്രശ്നം വേണമെന്ന് ചോദിച്ച് പിതാവ് വന്നു. എന്നാൽ സ്കൂൾ അധികൃതർ കൊടുത്തില്ല. അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ മകള് നിങ്ങളുടേതാ, പക്ഷേ അവൾ ഉണ്ടെങ്കിലേ തരത്തുള്ളൂ.
അപ്പോൾ പിതാവ് അവരോടുമായിട്ട് ഒരൊറ്റ തീർപ്പ് ഇങ്ങനെ എത്തി. പ്രൈസലോട് ആ പിതാവിനെയും കൂടെ വിളിച്ച് നിർത്തിയിട്ടേ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നാൽ അതെ തരുന്നെങ്കിൽ അതെ പ്രൈസലോട് പിതാവിനെയും കൂടെ അറിയിച്ചിട്ടേ തരാവൂ കൊടുക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഇളയ സഹോദരൻ സ്കൂളിലുണ്ട്. അദ്ദേഹം വഴിയൊക്കെ ഞാൻ അവിടെ ചെന്നാൽ ഇത് കിട്ടേണ്ട അതേ സാഹചര്യങ്ങളെ എൻ്റെ പിതാവ് അടച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇവിടെ വരുമ്പോൾ ഞാൻ കേൾക്കുന്നത്. പ്രൈസലോട് എന്നാൽ എൻ്റെ ഉള്ളിൽ നിരാശ വന്നില്ല. പകരം ദൈവം പറഞ്ഞ വചനത്തിന്റെ ഉറപ്പ് എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഹല്ലേലൂയ. കാരണം വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന് പറയുന്നത് സത്യമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ ടീച്ചർ എന്നോട് പറഞ്ഞു, പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് നിനക്ക് തരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കാരണം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താന്ന് ചോദിച്ചോ പറയുക, ഈ വാക്ക് തർക്കം നടക്കുമ്പോൾ എനിക്കൊരു ചിന്ത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതെ നീ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് ഇത് നിനക്ക് എടുത്ത് തന്നില്ലെങ്കിൽ ചിലപ്പോൾ ദൈവം എന്നോട് ചോദിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്നെ എവിടെ വന്ന് കണ്ടുപിടിക്കും? നിന്റെ വീട്ടുകാരോട് ചോദിച്ചാൽ അവരെന്നെ കൊന്നു കളയും. എൻ്റെ കുടുംബക്കാരെ ഉപദ്രവിക്കും. നിന്നെ സംരക്ഷിച്ചവരെ അവരെ ഉപദ്രവിച്ച വിധം ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് അങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോൾ എൻ്റെ ഉറക്കം അങ്ങ് നഷ്ടപ്പെട്ടു പോയാന്ന്. ഞാൻ പറഞ്ഞു, ടീച്ചറെ, ചിന്തിച്ചും ആലോചിച്ചും ഉറക്കം പോയതല്ല. ഇന്നലെ രാത്രി ദൈവം എന്നോട് പറഞ്ഞു, അധികാരികളുടെ ഹൃദയത്തെ എനിക്ക് അനുകൂലമായി തിരിക്കാമെന്ന്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നിങ്ങളുടെ റൂമിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം പോയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞു, തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ ദൈവസന്നിധി ചെല്ലത്തില്ലെന്ന്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം പറഞ്ഞ വചനത്തിന്റെ തികവ് വരാൻ പോകുകയാ. അത് അതിന്റെ നിവർത്തീകരണത്തിലേക്ക് വരാൻ പോകുകയാന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഈ ടീച്ചർ ഒരു വെള്ള പേപ്പറിൽ എൻ്റെ സിഗ്നേച്ചർ മേടിച്ചു. എൻ്റെ അപേക്ഷ അവർ തന്നെ എഴുതി. അവർക്ക് പ്രൈസിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യാദികളെല്ലാം ചെയ്യാനുള്ള പ്രൈസിൽ അധികാരമുണ്ട്. അതുകൊണ്ട് അവർ തന്നെ ഓഫീസ് റൂമിൽ പോയി TC ആണ് എഴുതുന്നത്. എൻ്റെ പേരിൽ മുദ്രപത്രം മേടിച്ചു. ഈ മുദ്രപത്രത്തിൽ ഹല്ലേലൂയ എൻ്റെ പേരും അഡ്രസ്സ് പിതാവിൻ്റെ പേരെല്ലാം എഴുതി, ഡീറ്റെയിൽസ് എല്ലാം എഴുതി 7ാം ക്ലാസ്സിലേക്കുള്ള TC എഴുതി തയ്യാറാക്കി. ഏറ്റവും അടിഭാഗത്ത് കീഴെ ഭാഗത്ത് ഇനി ഹെഡ് മാസ്റ്റർ ഒപ്പ് വേണം. അവർ എന്നോട് വന്ന് പറഞ്ഞിട്ട് പോയി, ഇത് ഗവൺമെൻറ്റിൻ്റെ സിമ്പല്, അതെ ഇത് കണ്ട ഹെഡ് മാസ്റ്റർ സംശയിക്കും, താഴോട്ട് വായിക്കുമ്പോൾ നിന്നെ മനസ്സിലാകും, നിന്റെ വീട്ടിലറിയും. എന്നാൽ ഇത് കാണാതിരിക്കാൻ, ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അദ്ദേഹം ഇപ്പോൾ തിരക്കിലാണ്. ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ തിരക്കിൽ പ്രൈസ് ദി ലോർഡ് ഇതിലൂടെ ഒപ്പിട്ടിങ്ങി തരാൻ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അധികാരികളുടെ ഉള്ളത്തെ എനിക്ക് അനുകൂലമായി തിരിക്കാമെന്ന് പറഞ്ഞത് അവിടെ നിന്നാ. അതുകൊണ്ട് ആ ഹെഡ് മാസ്റ്ററുടെ ഹൃദയത്തോട് നീ സംസാരിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അവർ പ്രൈസ് ദി ലോർഡ് അതെ ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ കൊണ്ട് ഈ മുദ്രപത്രം നീട്ടിക്കൊടുക്കുമ്പോൾ അദ്ദേഹം സ്കൂൾ പേപ്പേഴ്സുകൾ പരിശോധിച്ച് ഒപ്പുവെക്കുകയാണ്. വെറുതെ ചുമ്മാ ഒപ്പുവെച്ച് വിടുകയല്ല. എന്നാൽ അദ്ദേഹം ഈ ഗവൺമെന്റിന്റെ സിമ്പൽ കണ്ടില്ല. അതിന്റെ കീഴെ എൻ്റെ അഡ്രസ്സ്, എൻ്റെ പിതാവിൻ്റെ പേര് ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഒപ്പുവെച്ചിട്ട് ഏറ്റവും അടിയിൽ ഒപ്പുവെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ്, പ്രൈസ് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇവിടെ ഹല്ലേലൂയ എംപ്ലോയീസ് ഇരിപ്പുണ്ട്. ആരും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ഒപ്പ് അതെ അശ്രദ്ധ കൊണ്ട് ഒരു പേപ്പേഴ്സിലും ഇടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ കണ്ണിനെ അതെ പ്രൈസ് അല്ലെങ്കിൽ ഹല്ലേലൂയ അതെ ചലിപ്പിച്ച് ഈ കീഴെ ഒപ്പിടേണ്ട ഭാഗത്ത് ഒപ്പിടിപ്പിച്ചു, കണ്ണിനെ മറച്ചു പിടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകം ദുഷ്ടന്റെ അധീനതയിൽ. കാരണം ലോകത്തിന്റെ